സ്ക്വയർ റൂട്ട് ഓഫ് 324 ഇൻറ്റു 400 ഇൻറ്റു 5 ബൈ 36 ഇൻറ്റു 100 ഇൻറ്റു 500. ഇത് സിംപ്ലിഫൈ ചെയ്യണം. നമുക്ക് ഇതിലത്തെ ഈ 100ഉം 400ത്തെ 2 പൂജ്യം വെട്ടിക്കളയാം. ബാക്കി 324 ഇൻറ്റു 4 ഇൻറ്റു 5 20. 324 ഇൻറ്റു 4 ഇൻറ്റു 5 20 ബൈ അടിയിൽ ഛേദം 36 ഇൻറ്റു 500. 36 ഇൻറ്റു 500 സ്ക്വയർ റൂട്ട് ഓഫ്. നമുക്ക് ഇതിലത്തെ ഈ പൂജ്യവും പൂജ്യവും വെട്ടിക്കളഞ്ഞിട്ട് 2ഉം 50ഉം കൂടി 25 2 50 എന്ന് കിട്ടി. അപ്പോൾ എന്ത് കിട്ടി? റൂട്ട് ഓഫ് അംശം എത്രയാണ്? 324 ബൈ ഛേദം 36 ഇൻറ്റു 25. 36നെ നമുക്ക് 9 കൊണ്ട് ഗുണിച്ചാൽ 324 കിട്ടും. 36 ഇൻറ്റു 9 ചെയ്ത് നോക്കൂ. ഇൻറ്റു 9 ചെയ്താൽ 9 6 54 ശിഷ്ടം 5 9 3 25 32. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 36ഉം 124 പഠിച്ചു കൊടുക്കുക, അവിടെ 9 എന്ന് എഴുതാം. ഇപ്പോൾ എന്ത് കിട്ടി? റൂട്ട് ഓഫ് അംശം 9 ബൈ ഛേദം 25. 9 ബൈ 25 റൂട്ട് കാണണം. 9 ബൈ 25 റൂട്ട് കാണാൻ 9ൻ്റെ റൂട്ട് കാണുക, 25ൻ്റെ റൂട്ട് കാണുക. 9ൻ്റെ റൂട്ട് 3 ബൈ 20ൻ്റെ റൂട്ട് 5. ഉത്തരം 3 ബൈ 5. 1നും 10നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ ശരാശരി എത്ര? 1നും 10നും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ ആവറേജ്. 1നും 10നും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ ആവറേജ് കാണണം. എന്താണ് അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ? അപ്പോൾ നമുക്ക് എണ്ണൽ സംഖ്യകൾ എഴുതുക. 1നും 10ൻ്റെ ഇടയ്ക്കുള്ള എണ്ണൽ സംഖ്യകൾ 1 കഴിഞ്ഞാൽ 2 3 4 5 6 7 8 9. ഇതാണ് 1നും 10നും ഇടയ്ക്കുള്ള എണ്ണൽ സംഖ്യകൾ. ഇതിലെന്താ അഭാജ്യ സംഖ്യകൾ നമുക്ക് നോക്കാം. 2നെ നമുക്ക് എന്താ എഴുതാം? 1 ഇൻറ്റു 2. വേറെ ഏത് ഗുണിച്ചാലും 2 കിട്ടില്ല. 3നെ 1 ഇൻറ്റു 3. വേറെ ഏത് ഗുണിച്ചാലും 3 കിട്ടില്ല. 4നെ നമുക്ക് 1 ഇൻറ്റു 4 എന്ന് എഴുതാം, കൂടാതെ 2 ഇൻറ്റു 2 എന്ന് എഴുതാം അല്ലേ? അതുപോലെ 5നെ 1 ഇൻറ്റു 5 മാത്രം. 6നെ 1 ഇൻറ്റു 6 എന്ന് എഴുതാം, 2 ഇൻറ്റു 3 എന്നും എഴുതാം. അപ്പോൾ ഈ 1ഉം 2ഉം മാത്രം ഘടകങ്ങളായ സംഖ്യകൾ 1ഉം 2ഉം അപ്പോൾ 1ഉം 2ഉം 1ഉം അതേ സംഖ്യയും 1ഉം അതേ സംഖ്യയും 1ഉം അതേ സംഖ്യയും അങ്ങനെയുള്ള സംഖ്യകളാണ്. 1ഉം അതേ സംഖ്യയും മാത്രം ഘടകങ്ങളുള്ള സംഖ്യയാണ് നമ്മൾ എന്ത് പറയുക? അഭാജ്യ സംഖ്യകൾ. 1ഉം അതേ സംഖ്യയും മാത്രം ഘടകങ്ങളുള്ള സംഖ്യകൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയും. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വരിക? 2 വരും, 3 വരും, 5 വരും. നമ്മൾ എഴുതി 2 3 5. ഇനി 7ഉം അതന്നെ വരിക. കാരണം 7ന് നമുക്ക് 1 ഇൻറ്റു 7 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 1ൻ്റെയും 10ൻ്റെയും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സ് എന്താ? 1ൻ്റെയും 10ൻ്റെയും ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെ? 2 3 5 7. ഇതിൻ്റെ എന്ത് കാണണം? ആവറേജ് കാണണം, ശരാശരി. എങ്ങനെ കാണുക? ഇതെല്ലാം കൂടി കൂട്ടുക. 2 + 3 + 5 + 7 എല്ലാം കൂടി കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. 4 2 3 5 5 5 10 7 17 ബൈ 4. ഇത് ഹരിക്കണം. ഇത് ഹരിക്കണമെങ്കിൽ നമുക്ക് വേറൊരു എളുപ്പ വഴിയിൽ ചെയ്യാം. ഇതിനെ നമുക്ക് ഇൻറ്റു 25 ബൈ 25 ചെയ്യുക. കാരണം ഈ 4നെ നമുക്ക് 25 കൊണ്ട് ഗുണിച്ചാൽ 100 ആവും. 100 കൊണ്ടുള്ള ഹരണം എളുപ്പമാണ്. അപ്പോൾ 17 ബൈ 4നെ 25 ബൈ 25 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 17 ഇൻറ്റു 25 17 ഇൻറ്റു 25 നമുക്ക് 425 എന്ന് വരും. 17 ഇൻറ്റു 25 425 ബൈ 4 ഇൻറ്റു 25 100. 100 കൊണ്ടുള്ള ഹരണം നമുക്കറിയാം. 100 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? 100ൽ 2 പൂജ്യം അല്ലേ? 2 സ്ഥാനം അടുത്തോട്ട് നീക്കിയാൽ മതി. 100 കൊണ്ട് ഹരിക്കുമ്പോൾ 100ൽ 2 പൂജ്യം 2 ദശാംശ സ്ഥാനം നീക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? ഉത്തരം 4.25. ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണുക. ആദ്യത്തെ 10 ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ്. ആദ്യത്തെ 10 ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് കാണണം. അപ്പോൾ നമുക്ക് ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകൾ എഴുതുക. 1 3 5 7 9 എക്സെട്ര. ഇതാണ് ഒറ്റ സംഖ്യകൾ. നമുക്കിതിൽ കുറച്ച് ഉദാഹരണങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ 2 ഒറ്റ സംഖ്യകളുടെ ശരാശരി കാണുക. ആദ്യത്തെ 2 എണ്ണത്തിൻ്റെ. ആദ്യത്തെ 2 എണ്ണം ഏതൊക്കെ? 1 3 അല്ലേ? ശരാശരി ഇങ്ങനെ കാണുക. 1 + 3 ബൈ 2 സമം 4 ബൈ 2 2. എന്താ കിട്ടിയത്? ആദ്യത്തെ 2 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര കിട്ടി? 2. ഇനി ആദ്യത്തെ 3 എടുത്ത് നോക്കുക. 1 + 3 + 5 ബൈ 3 അല്ലേ? ശരാശരി കാണാൻ തുക കണ്ടിട്ട് എണ്ണം കൊണ്ട് ഹരിക്കണം. അപ്പോൾ ആദ്യത്തെ 3 എണ്ണത്തിന് ശരാശരി കാണുകയാണ് 1 + 3 + 5 ബൈ 3. 5 3 8 1 9 ബൈ 3 എന്ന് വരും. 9 ബൈ 3 എത്രയാണ്? 3. അപ്പോൾ ആദ്യത്തെ 2 ഒറ്റ സംഖ്യകളുടെ ശരാശരി 2. ആദ്യത്തെ 3 ഒറ്റ സംഖ്യകളുടെ ശരാശരി 3. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണോ കാണുന്നത്? ആ ശരാശരി പറയുന്നത് ആ സംഖ്യ തന്നെയാണ്. ഒരെണ്ണം കൂടി വേണമെന്ന് നോക്കാം. ആദ്യത്തെ 4 എടുത്ത് നോക്കൂ. 1 + 3 + 5 + 7 ബൈ 4. നോക്ക് 7 5 12 3 15 1 16 ബൈ 4 എത്ര വരുന്നു? 4. അപ്പോൾ എപ്പോഴും
ഒറ്റസംഖ്യകളുടെ ശരാശരി എന്തായിരിക്കും? നമ്മൾ എത്ര ഒറ്റസംഖ്യകളുടെ ശരാശരിയാണോ കാണുന്നത് അത് തന്നെയാണ് ഉത്തരം. അപ്പോൾ ഇവിടെ ആദ്യത്തെ 10 ഒറ്റസംഖ്യകളുടെ ശരാശരി ഉത്തരം എത്ര? ഉത്തരം 10. 18ൻ്റെ ആദ്യത്തെ 13 ഗുണിതങ്ങളുടെ ശരാശരി കാണുക. 18ൻ്റെ ആദ്യത്തെ 13 മൾട്ടിപ്പിൾസിൻ്റെ ആവറേജ്. 18ൻ്റെ ആദ്യത്തെ 13 മൾട്ടിപ്പിൾസിൻ്റെ ആവറേജ് കാണണം. അപ്പോൾ 18ൻ്റെ ഗുണിതങ്ങൾ എഴുതാം. 1 18, 18 2 ഇൻറ്റു 18, 3 ഇൻറ്റു 18, 4 ഇൻറ്റു 18, അങ്ങനെ 13 ഗുണിതങ്ങൾ. അപ്പോൾ അവസാനം എന്ത് വരും? 13 ഇൻറ്റു 18. ഇത് ഗുണിച്ചെഴുതുമ്പോൾ ഒരു 18, 18, 18, 36, 3 18, 54, 4 18, 72, ഇങ്ങനെ അവസാനത്തെ 13 ഇൻറ്റു 18. അത് നമുക്ക് ഗുണിച്ചെഴുതൊന്നും വേണ്ട. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. സമാന്തര ശ്രേണിയാണ്. 18 കൂടി പോവല്ലേ? സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണി ആയാലും എണ്ണൽ സംഖ്യകളായാലും ഒറ്റസംഖ്യകളായാലും ഇരട്ടസംഖ്യകളായാലും സമാന്തര ശ്രേണി അല്ലേ? സമാന്തര ശ്രേണി, ഗുണിതങ്ങൾ, ഒറ്റസംഖ്യ, ഇരട്ടസംഖ്യ, എണ്ണൽ സംഖ്യ, ഏത് വന്നാലും ശരാശരി എപ്പോഴും ഒത്ത നടുവിലുള്ളതായിരിക്കും. ഒത്ത നടുവിലുള്ളതാണ് ശരാശരി. അപ്പോൾ ഇതിലേതാ നടുവിൽ വരിക? ഇവിടെ എത്ര എണ്ണമുണ്ട്? 13 എണ്ണമാണ്. 13 എണ്ണം പറയുമ്പോൾ 6 എണ്ണം ഈ ഭാഗത്തും 6 എണ്ണം ഈ ഭാഗത്തും. അപ്പോൾ 6 6 12ആയി. പിന്നെ 1 നടുവിലുണ്ടാവും. അതായത് 7ാമത്തെയാണ് നടുവിലത്തെ അല്ലേ? 7ാമത്തെയാണ് നടുവിലത്തെ. അപ്പോൾ ഇതിലത്തെ 7ാമത്തെയാണ് ശരാശരി. ഏതാ 7ാമത്തെ വരിക? 1ാമത്തെ 1 × 18, 2 × 18, 3 × 18, അങ്ങനെ 7ാമത്തെ എന്താ വരിക? 7 × 18. അത് വിളിച്ച് എഴുതുക. 7 × 18, 8 56, ശിഷ്ടം 5, 1 7 5 12. ഉത്തരം 126. തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 60 സംഖ്യകൾ ഏവ? തുടർച്ചയായ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 5 ഈവൺ നമ്പേഴ്സ്, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 5 ഈവൺ നമ്പേഴ്സിൻ്റെ ആവറേജ് 60 സംഖ്യകൾ ഏതൊക്കെ കാണണം? തുടർച്ചയായ ഇരട്ടസംഖ്യകളായാലും ഒറ്റസംഖ്യകളായാലും എണ്ണൽ സംഖ്യകളായാലും, തുടർച്ചയായ ഇരട്ടസംഖ്യകളോ ഒറ്റസംഖ്യകളോ എണ്ണൽ സംഖ്യകളോ വന്നാൽ ശരാശരി എപ്പോഴും മധ്യത്തിലുള്ളതായിരിക്കും. ശരാശരി മധ്യത്തിലുള്ളത്. അപ്പോൾ ഇവിടെ ശരാശരി 60ആണ്. നമുക്കത് നടുവിൽ എഴുതാം. അപ്പോൾ നടുവിലത്തെ സംഖ്യ എത്രയാണ്? 60. ആകെ എത്ര സംഖ്യകളാണ്? 5 സംഖ്യകളല്ലേ? അപ്പോൾ നടുവിലത്തായ ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം കൂടി വേണം അല്ലേ? അപ്പുറത്തും 10 2 എണ്ണം കൂടി വേണം. അപ്പോൾ ഇവിടെ 60 ആയ ഇവിടെ എത്രയായിരിക്കും? 58. ഇരട്ട സംഖ്യകളല്ലേ? ഇവിടെ എത്രയായിരിക്കും? 56, 56, 58, 60. ഇനി അപ്പുറത്തോ 62, 64, 56, 58, 60, 62, 64. ഇപ്പോൾ ഇതിൽ 5 സംഖ്യകളാണ്. പറഞ്ഞ പോലെ 5 സംഖ്യകളാണ്. നടുവിലത്തെ 60 ആണ്. ഇതാണ് ശരാശരി. ഇപ്പോൾ സംഖ്യകൾ ഇതാണ്. 5, 13, 29, -125, 253. നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട്, നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഇതിൽ വിട്ടുപോയ സംഖ്യ കാണണം, മിസ്സിംഗ് നമ്പർ കാണണം. അപ്പോൾ ഈ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ആദ്യത്തെ സംഖ്യ എടുക്കുക 5, അതിനെ 2 കൊണ്ട് ഗുണിച്ച് 3 കൂട്ടുക. ആദ്യത്തെ സംഖ്യ എടുത്തു, 2 കൊണ്ട് ഗുണിച്ച് 3 കൂട്ടുക. 5 × 2 10, 3 കൂട്ടിയ 13. രണ്ടാമത്തെ സംഖ്യ കിട്ടി. രണ്ടാമത്തെ സംഖ്യ എടുത്തിട്ട് ഇതേപോലെ ചെയ്ത് നോക്കുക. 2 കൊണ്ട് ഗുണിച്ച് 3 കൂട്ടി നോക്കുക. 13 × 2 26, 3 29. അടുത്ത സംഖ്യ കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്ത സംഖ്യ എടുക്കുക 29, അതിനെ 2 കൊണ്ട് ഗുണിച്ച് 3 കൂട്ടുക. 29 × 2 58, 3 കൂട്ടിയ 61 ആയിരിക്കണം ഇവിടുത്തെ സംഖ്യ. നമുക്ക് ബാക്കിയും കൂടി ശരിയാണോ നോക്കാം. ഈ സംഖ്യ എടുക്കുക. ഇവിടെ കിട്ടിയ എത്രയാണ്? 61. അതിനെ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിച്ച് 3 കൂട്ടണം. 61 × 2 122, 3 കൂട്ടിയ 125. അടുത്ത സംഖ്യ കിട്ടുന്നുണ്ട്. ആ സംഖ്യ എടുക്കുക 125, അതിനെയും 2 കൊണ്ട് ഗുണിച്ച് 3 കൂട്ടുക. 125 × 2 250, 3 കൂട്ടിയ 253. ഇപ്പോൾ ബാക്കിയെല്ലാം ഈ ബന്ധത്തിൽ ശരിയാവുന്നുണ്ട്. ഇപ്പോൾ ഉത്തരം വിട്ടുപോയ സംഖ്യ 61.